നമസ്കാരം പ്രിയമുള്ളവർ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒരു സമ്പ്രദായമുണ്ട്. കാരണം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജോലി അന്വേഷിച്ചു വരുന്ന ആളുകൾ യൂറോപ്യൻ രാജ്യങ്ങൾ കൂടുതലാണ്. അപ്പോൾ ഇത് ഒരു അവസരമായി, ഒരു തൊഴിലവസരമായി കാണുന്ന ഒരുപാട് സ്ത്രീകൾ യൂറോപ്പിലുണ്ട്. അവരെന്ത് കഴിയും? ഇങ്ങനെ വരുന്ന ആളുകൾക്ക് ആ രാജ്യത്തെ സിറ്റിസൺഷിപ്പ്, വരുന്ന യൂറോപ്യൻ രാജ്യങ്ങളിൽ സിറ്റിസൺഷിപ്പ് നേടുക എന്നത് പരമപ്രധാനമായ കാര്യമാണ്. അത് അവരുടെ ആ രാജ്യങ്ങളുടെ നിലനിൽപ്പിനെ വളരെയേറെ സ്വാധീനിക്കും. അവർക്ക് നല്ല ജോലി കിട്ടുന്നതിന്, അല്ലെങ്കിൽ നല്ല സൗകര്യങ്ങൾ കിട്ടുന്നതിന്, ആ രാജ്യത്തിൻ്റെ എല്ലാ രീതിയിലുള്ള പരിഗണന കിട്ടുന്നതിനും സഹായകരമാകും. അപ്പോൾ ഇത് ഒരു അവസരമായി കാണുന്ന ഒരുപാട് സ്ത്രീകൾ ആ രാജ്യങ്ങളിലുണ്ട്. അവരെന്ത് ചെയ്യും? ഇങ്ങനെ വരുന്ന വിവിധ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ചെറുപ്പക്കാരന്മാരെ കല്യാണം കഴിക്കുന്നതിന് തയ്യാറാകും. അതിന് വേണ്ടിയിട്ട് ഒരു നിശ്ചിത തുക ഇവന്മാരിൽ നിന്നൊക്കെ ഈടാക്കും. അങ്ങനെ ഇവരെ കല്യാണം കഴിക്കുന്നതോടുകൂടി, ഈ സ്ത്രീകൾ കല്യാണം കഴിക്കുന്നതോടുകൂടി ഇവന്മാർക്ക് ഈ രാജ്യത്തെ പൗരത്വം കിട്ടും. നമ്മൾ നാട്ടിലൊക്കെ പറയുന്നത് പോലെ പശുവിൻ്റെ കടിയും മാറും, കാക്കയുടെ വിശപ്പും മാറും. അത് ഒരു തൊഴിലായി സ്വീകരിക്കുന്ന ഒരുപാട് യൂറോപ്യൻ വനിതകളുണ്ട്. അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ച് സിറ്റിസൺഷിപ്പ് കഴിഞ്ഞിട്ട് ബന്ധം ഡിവോഴ്സ് ആകും, വിച്ഛേദിക്കും. അയാൾക്ക് കല്യാണം കഴിച്ചതിൻ്റെ ഫലമായ ആ രാജ്യത്തെ പൗരത്വം കിട്ടും. ആ സ്ത്രീ, യൂറോപ്യൻ സ്ത്രീ, വേറെ ആളുകളെ കല്യാണം കഴിച്ച് വീണ്ടും അവരുടെ ബിസിനസ് തുടരും. ഞാനീ പറഞ്ഞു വരുന്നത്, ഇതുപോലെ കണ്ടന്റിന് വേണ്ടി കല്യാണം കഴിക്കുന്ന യൂട്യൂബർമാരുടെ എണ്ണം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കൂടി വരികയാണോ എന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം നമ്മുടെ ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞു വരുന്ന ആളുകൾ അവരുടെ ഒരു പർട്ടിക്കുലർ ടൈമിൽ അവരുടെ വീഡിയോ എടുത്ത് നോക്കിയാൽ അവർ ആ യൂട്യൂബിൽ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരാളുമായിട്ട് വളരെ സൗഹൃദം, പ്രണയം എന്ന രീതിയിലൊക്കെ ഒരുപാട് നാൾ നടക്കുന്നു, കമ്മിറ്റഡ് ആണെന്ന് കാണിക്കുന്നു. കുറച്ച് കഴിഞ്ഞ് അവരെപ്പറ്റി ഒരു വിവരവും ഇല്ലാതാകുന്നു. കുറച്ച് കഴിഞ്ഞ് അവർ ബ്രേക്കപ്പ് ആയെന്ന് പറയുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ കണ്ടന്റിന് വേണ്ടി സ്വന്തം ബെഡ്റൂം വരെ കാണിക്കുന്ന കുറേ സോഷ്യൽ മീഡിയ ആളുകളുടെയും നമുക്ക് കാണാൻ പറ്റും. മിക്കപ്പോഴും റൂമിൽ കയറുന്നു, ഡ്രസ്സ് ഊരുന്നു, കെട്ടിപ്പിടിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്നറായിട്ട് എന്ത് നടക്കുന്നു എന്ന് നമുക്ക് വ്യാങ്യമായി കാണിച്ചു തരുന്ന രീതിയിലുള്ള യൂട്യൂബർമാരൊക്കെ ഉണ്ട്. കണ്ടന്റിന് വേണ്ടി തുണിയുരുവാനും തയ്യാറാകുന്ന ഒരു സമൂഹം നമ്മുടെ ഇടയിൽ ഉണ്ട് എന്നത് തന്നെയാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. കാരണം യൂട്യൂബ് പകർന്നു കൊടുക്കുന്ന ഒരു വലിയ സാമ്പത്തിക സ്രോതസ്സാണ് ഇതിന് പിന്നിൽ. അത് വളരെ സൂക്ഷിക്കണമെന്നാണ് എനിക്ക് പറയുന്നത്. കാരണം നമ്മുടെ കുട്ടികൾക്ക് ഇത് പകർന്നു കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്. പൈസ ഉണ്ടാക്കുന്നതിന് വേണ്ടി എന്തും ചെയ്യാമെന്നൊരു മെസ്സേജ് ഉണ്ട് എന്നാണ് ഏറ്റവും വലിയ കാര്യം. പ്രത്യേകിച്ചും ഈ അടുത്ത കാലത്തായിട്ട് ഇത്തരം യൂട്യൂബർമാർ, ഞാൻ വ്യക്തമായ പേര് പറയുന്നില്ല, കാരണം അവർ കമ്മിറ്റഡാണെന്ന് കാണിക്കുന്നു, കല്യാണം കഴിച്ചു എന്നൊക്കെ ചിലപ്പോൾ പറയുന്നു. കുറച്ച് നാൾ കഴിഞ്ഞ് അവരുടെ യൂട്യൂബ് ഒന്ന് ഇങ്ങനെ ഫേമസ് ആയ ഒരു യൂട്യൂബറുമായിട്ട് റിലേഷൻ ആകുന്നു. അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും കല്യാണം കഴിച്ചു എന്ന് പറയുന്നു. പെട്ടെന്ന് രണ്ടുപേരുടെയും യൂട്യൂബ് ക്ലിക്കാകുന്നു. ഭർത്താവിൻ്റെ വ്യൂവേഴ്സ് കൂടി ഭാര്യയുടെ വ്യൂവേഴ്സിൽ വരുന്നു, അല്ലെങ്കിൽ ലവറുടെ വ്യൂവേഴ്സിൽ വരുന്നു. യൂട്യൂബ് ക്ലിക്കാകുന്നു. ഒരു 5, 6, 7 മാസം കഴിഞ്ഞ് നല്ല വരുമാനം ഉണ്ടാക്കുമ്പോൾ ബ്രേക്കപ്പ് ആയെന്ന് പറയുന്നു. ഇത് ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് ആളുകളെ, വ്യൂവേഴ്സിനെ പറ്റിക്കുന്ന ഒരു ഏർപ്പാട് ഉണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് എനിക്ക് പറയാനുള്ളത്, ഇത് സമൂഹത്തിന് പകർന്നു കൊടുക്കുന്ന ഒരു മെസ്സേജ് വളരെ വ്യർത്ഥവും വ്യാങ്യവുമാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികൾ ഇത് കണ്ടുവരുമ്പോൾ അവർ ഇത്തരം കാര്യങ്ങളൊക്കെ അനുകരിക്കാൻ ശ്രമിക്കാറുണ്ട് എന്നതാണ് ഏറ്റവും വലിയ വാസ്തവം. എനിക്ക് പറയാനുള്ളത്, ഇത്തരം കാര്യങ്ങൾ നമ്മൾ അവെയർ ആയിരിക്കുക എന്നാണ്. കാരണം നമ്മളെ ഒരു ബിസിനസ്സിന് വേണ്ടി നമ്മളെ മണ്ടന്മാരാക്കുന്ന ഒരു സമ്പ്രദായം അത് നമ്മൾ അനുകൂലിച്ചു കൊടുക്കാനോ അംഗീകരിച്ചു കൊടുക്കാനോ പറ്റുന്നതല്ല. പ്രത്യേകിച്ചും ഇത്തരം യൂട്യൂബർമാർ നമുക്കൊരു മെസ്സേജും പകർന്നു തരുന്നില്ല എന്നാണ് ഡേ ടു ഡേ ലൈഫ് എന്ന് പേരിൽ കാണിക്കുന്നത്. പല്ല് തേക്കുക, കുളിക്കുക, കക്കൂസി പോകുക എന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് നമുക്കെന്തെങ്കിലും വിവരമോ വിജ്ഞാനമോ പകർന്നു കിട്ടുന്നില്ല എന്നാണ് യൂട്യൂബർമാരെ കൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ പ്രാർത്ഥന ഉൾപ്പെടുത്തുക. ജയ് ഹിന്ദ്.